നമസ്കാരം. പ്രധാന വാർത്തകൾ. പുതുവർഷ ആശംസയിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി പി.കെ. ശശി. ആക്രമണകാരികളും ചതിയന്മാരും ഓർക്കുക, വരും കാലം നിങ്ങളുടേതല്ലെന്ന് പി.കെ. ശശി. ശശിയുടെ കുറിപ്പ് ഫേസ്ബുക്ക്. ഒറ്റപ്പാലം ചോറൂട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ തകർത്ത് 10,000 രൂപയോളം കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യം CCTV-യിൽ. മണ്ണാർക്കാട് വനിതാ ശിശു വികസന വകുപ്പ് അഡീഷണൽ പ്രോജക്ടിന് കീഴിലെ അംഗൻവാടികളിൽ ഹെൽപ്പർമാരെ നിയമിക്കാത്തതിൽ അധ്യാപികമാരുടെ പ്രതിഷേധം. 16 അംഗൻവാടികളിലേക്കാണ് ഹെൽപ്പർമാർ ഇല്ലാത്തത്. നിയമനം വൈകിയാൽ അംഗൻവാടികൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നും അധ്യാപികമാർ. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതി. കോട്ടോപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് പൈപ്പിടൽ വൈകുന്നു. ഒരേ സമയം റോഡിന്റെ 2 വശങ്ങളും കീറാനാവില്ലെന്ന നിലപാടിൽ പൊതുമരാമത്ത് വകുപ്പ്. പട്ടാമ്പി പുതിയ പാലം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. വൈകാതെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുമെന്നും സ്ഥലം വിട്ടു നൽകുന്ന ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്നും മുഹമ്മദ് മോഹസിൻ MLA. ന്യൂ ഇയർ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന. പെരിന്തൽമണ്ണയിൽ MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. പുത്തനങ്ങാടി ചെറുകുളമ്പ് സ്വദേശികളാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. പുതുവർഷ ആശംസയിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി പി.കെ. ശശി. ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരും കാലം നിങ്ങളുടേതല്ലെന്ന് ശശി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എന്നാൽ താനിട്ടത് പാർട്ടിയെ വിമർശിച്ചുള്ള കുറിപ്പല്ലെന്നും പുതുവത്സരത്തിന് താൻ കൊടുത്ത ഒരു മെസ്സേജ് മാത്രമാണെന്നും പി.കെ. ശശി. പുതുവർഷത്തിൽ ആശംസ അറിയിച്ച് KTDC ചെയർമാനും മുൻ MLA-യുമായ പി.കെ. ശശിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മുനവച്ച വാക്കുകളുള്ളത്. 2024 പലർക്കും സുന്ദരകാലമായിരുന്നു. എന്നാൽ അവരെയെല്ലാം കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കുമെന്നാണ് കുറിപ്പിന്റെ തുടക്കം. മദ്യവും കഞ്ചാവും അടിച്ച് ഘോരഘോരം അതിനെതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നു. ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ള പുതപ്പിച്ചെന്നും വിമർശനമുണ്ട്. അങ്ങനെ ഉന്മാദിച്ചവർക്ക് പുതുവർഷം ആഹ്ലാദത്തിന് വക നൽകില്ലെന്നും കുറിപ്പിൽ പറയുന്നു. കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും ഘിയ്യാമെന്നാൾ വരെ സുഖിക്കാമെന്ന് കരുതേണ്ട, എല്ലാവർക്കും മോഹഭംഗത്തിന്റെ കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നും പി.കെ. ശശി പറഞ്ഞു വെക്കുന്നു. ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരും കാലം നിങ്ങളുടേതല്ലെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട ശശിയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. പിന്നാലെ CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കുകയും ചെയ്തിരുന്നു. നിലവിൽ വഹിക്കുന്ന KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിട്ടുമുണ്ട്. ഇതിനു പിന്നാലെയാണ് നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി പി.കെ. ശശി രംഗത്തെത്തിയത്. എന്നാൽ താനിട്ടത് പാർട്ടിയെ വിമർശിച്ചിട്ടുള്ള കുറിപ്പല്ലെന്ന് പി.കെ. ശശി വിശദീകരിച്ചിട്ടുണ്ട്. പുതുവത്സരത്തിന് താൻ കൊടുത്ത ഒരു മെസ്സേജ് മാത്രമാണത്. പാർട്ടി വിട്ടുപോയവർക്കും പാർട്ടിയെ ചതിച്ചവർക്കുമെതിരെയുള്ള പോസ്റ്റാണെന്നും പാർട്ടിക്കെതിരെ എന്നത് മാധ്യമ വ്യാഖ്യാനം മാത്രമാണെന്നും ശശി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂ ഇയർ ആഘോഷങ്ങൾ ലക്ഷ്യം വെച്ച് ലഹരി വിൽപ്പന. മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 പേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. പുത്തനങ്ങാടി ചെറുകുളമ്പ് സ്വദേശികളാണ് പിടിയിലായത്. പുതുവത്സര ആഘോഷങ്ങളുടെ മറവിൽ ലഹരിക്കടത്തും വിൽപ്പനയും നടക്കാൻ സാധ്യതയുള്ളതിനാൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPS-ന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ ലഹരി വിൽപ്പനക്കാരുടെയും കാരിയർമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച് പോലീസും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു. അങ്ങാടിപ്പുറം പുത്തനങ്ങാടി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന ഈ സംഘത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് പുത്തനങ്ങാടി സ്വദേശി ഒടുവിൽ മുഹമ്മദ് ഇല്യാസ്, ചെറുകുളമ്പ് സ്വദേശി ചക്കിപ്പറമ്പൻ അബ്ദുൾ ഹാരിസ് എന്നിവരെ പെരിന്തൽമണ്ണ DYSP TK ഷൈജു, CI സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ SI ഷിജോ സി തങ്കച്ചനും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. 10 ഗ്രാമിലധികം ലഹരിമരുന്ന് ഇവരിൽ നിന്നും പിടികൂടി. അങ്ങാടിപ്പുറം പുത്തനങ്ങാടി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത്. പിടികൂടിയ ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതികളിൽ നിന്നും ലഹരിമരുന്ന് വാങ്ങുന്നവരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പ്രതികളിൽ നിന്ന് ലഭിച്ചതായും അതിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തിലെ മറ്റുള്ളവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ DYSP TK ഷൈജു, CI സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു. മുഹമ്മദ് ഇല്യാസിന്റെ പേരിൽ പെരിന്തൽമണ്ണ, കൊളത്തൂർ, മങ്കട, കുറ്റ്യാടി സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും. ഒറ്റപ്പാലം ചോറൂട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. 4 ഭണ്ഡാരങ്ങളിൽ നിന്നായി ഏകദേശം 10,000 രൂപയോളം നഷ്ടപ്പെട്ടു. ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്താണ് പണം മോഷ്ടിച്ചത്. ക്ഷേത്രം ജീവനക്കാർ കഴിഞ്ഞ ദിവസം രാവിലെ 5:45 ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്.
തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്ഷേത്രത്തിനുള്ളിലെ 4 ഭണ്ഡാരങ്ങളുടെയും പൂട്ട് തകർത്തുള്ള കവർച്ച കണ്ടെത്തിയത്. ക്ഷേത്രത്തിനുള്ളിലെ 3 ഭണ്ഡാരങ്ങളുടെയും പുറത്തുള്ള 1 ഭണ്ഡാരത്തിന്റെയും പൂട്ട് തകർത്താണ് പണം കവർന്നത്. 10,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഡിസംബർ 13-നാണ് അവസാനമായി ഭണ്ഡാരം തുറന്നത്. ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. തലയിൽ മുണ്ടുകെട്ടിയും മുഖം മറച്ച നിലയിലുമാണ് മോഷ്ടാവുള്ളത്. വടക്കുവശത്തായുള്ള ചെറിയ ഇരുമ്പ് ഗേറ്റിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് ക്ഷേത്രത്തിനുള്ളിൽ കയറിയിട്ടുള്ളത്. തുടർന്ന് കൊടിമരത്തിനു സമീപത്തെ ഒരു വലിയ ഭണ്ഡാരത്തിന്റെയും മറ്റ് 2 ഭണ്ഡാരത്തിന്റെയും പൂട്ട് തകർത്താണ് മോഷണം നടത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 മോഷണം നടന്നിട്ടുള്ളത്. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണ്ണാർക്കാട് വനിതാ ശിശു വികസന വകുപ്പ് അഡീഷണൽ പ്രോജക്ടിന്റെ കീഴിലെ അംഗൻവാടികളിൽ ഹെൽപ്പർമാരെ നിയമിക്കാത്തതിനെതിരെ അധ്യാപികമാരുടെ പ്രതിഷേധം. പ്രോജക്ടിന് കീഴിലെ 16 അംഗൻവാടികളിലാണ് ഹെൽപ്പർമാർ ഇല്ലാത്തത്. 38 അങ്കണവാടികളാണ് പ്രൊജക്ടിന് കീഴിലുള്ളത്. 30 കുട്ടികൾ വരെയുള്ള അങ്കണവാടികളും ഇതിലുണ്ട്. ഹെൽപ്പർമാരില്ലാത്തതിനാൽ അധ്യാപികമാർക്ക് അധിക ജോലിഭാരമാണ്. വിവിധ സേവനങ്ങളാണ് അങ്കണവാടികൾ മുഖേന നടപ്പാക്കുന്നത്. അങ്കണവാടി പോഷകാഹാരം, പ്രീ സ്കൂൾ, അനൗപചാരിക വിദ്യാഭ്യാസം, പോഷകാഹാരവും ആരോഗ്യ വിദ്യാഭ്യാസവും, പ്രതിരോധ കുത്തിവെപ്പ്, 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കുള്ള പോഷകങ്ങൾ തുടങ്ങിയ സേവനങ്ങളെല്ലാം അങ്കണവാടികൾ മുഖേനയാണ് നടപ്പാക്കുന്നത്. മാസത്തിൽ 2 മീറ്റിംഗുകൾ, അങ്കണവാടികൾ വഴി നടപ്പാക്കുന്ന സേവനങ്ങളുടെ ലെഡ്ജറുകൾ എഴുതി തയ്യാറാക്കൽ തുടങ്ങിയ ജോലികളും അധ്യാപികമാർക്ക് അധികമായുണ്ട്. ഇതിനിടയിലാണ് കുട്ടികളെ നോക്കേണ്ടത്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകേണ്ടി വരുമ്പോൾ കുട്ടികളെ നോക്കാനായി കയ്യിൽ നിന്ന് പണം കൊടുത്ത് ആളെ നിർത്തേണ്ട സ്ഥിതിയാണെന്നും അധ്യാപികമാർ പറഞ്ഞു. 1 മാസമായി ഹെൽപ്പർ തസ്തിക ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട്. ഹെൽപ്പർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ നിയമനം നടക്കുന്നില്ല. ഈ സ്ഥിതി തുടർന്നാൽ അങ്കണവാടികൾ അടച്ചിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും അധ്യാപികമാർ പറഞ്ഞു. ഞങ്ങൾ മണ്ണാർക്കാട് അഡീഷണൽ പ്രോജക്റ്റിലെ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർമാരാണ്. ഞങ്ങൾ മൊത്തം 38 ടീച്ചർമാരാണ് ഉള്ളത് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ. അതിനകത്ത് 35 പേര് സ്ഥിരം ടീച്ചർമാരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് 3 പേര് ടെമ്പററിക്കാരെ അവർ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ടീച്ചർമാരുടെ എല്ലാ വേക്കൻസി അവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസമായിട്ട് 16 അംഗൻവാടിയിൽ ഹെൽപ്പർ പോസ്റ്റിംഗ് നടത്തിയിട്ടില്ല. ടെമ്പററിക്കാരെയും വെച്ചിട്ടില്ല, സ്ഥിരം പോസ്റ്റിംഗ് നടത്തിയിട്ടില്ല. സ്ഥിരം പോസ്റ്റിങ്ങിൻ്റെ ലിസ്റ്റെല്ലാം റെഡിയായി വന്നതുകൊണ്ടാണ് ടെമ്പററിക്കാരെ പോസ്റ്റ് ചെയ്യാത്തതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 3-ാം തീയതി മുതൽ ഞങ്ങൾ ഇത്രയും ടീച്ചർമാർ 16ഓളം ടീച്ചർമാർ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. അംഗൻവാടിയിൽ കുട്ടികളുണ്ട്, അതേപോലെ പോഷകബാല്യം പദ്ധതിയുണ്ട്. അംഗൻവാടിയിൽ ബാക്കി പോഷകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, ബാക്കി ജനറൽ ഫീഡിങ് കൊടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ THRS എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള 0 to 3 0 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള അമൃതം പൊടി വിതരണം നടക്കുന്നുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ടീച്ചർമാർ തനിച്ചാണ് ചെയ്യുന്നത്. അവിടെ പ്രീ സ്കൂൾ പ്രവർത്തനവും നടത്തുന്നുണ്ട്. കുട്ടികളെ ഒരു കുട്ടിയെ നോക്കുന്ന ഒരമ്മയ്ക്കറിയാം എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 മുതൽ 20 വരെ കുട്ടികൾ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ അംഗൻവാടികളിലുണ്ട്. മീറ്റിംഗ് ഓഫീസറാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പ്രാവശ്യം മീറ്റിംഗ് റിപ്പോർട്ട് കൊടുക്കുന്ന മീറ്റിംഗ് ഉണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടുകളല്ലാതെ സാധാരണ മീറ്റിങ്ങുകളുണ്ട്. പിന്നെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി 2 പ്രാവശ്യം ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കറക്റ്റായി ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങളെ കൊണ്ടത് സാധിക്കില്ല. കഴിഞ്ഞ 1 മാസമായിട്ട് ടീച്ചർമാർ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണ്. ഇയർ എൻഡിങ് ആയിക്കൊണ്ട് ഞങ്ങളുടെ ലീവുകളെല്ലാം ബാക്കി നിൽക്കെ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ 15 ടീച്ചർമാർ വർക്ക് ചെയ്യുന്നു. ഒരു ടീച്ചറുടെ വീട്ടിലൊരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരു കല്യാണം വന്നു, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും അംഗൻവാടിയിൽ നമ്മൾ പൈസ കൊടുത്ത് നിർത്തുന്നു. ഞങ്ങളുടെ ഒരു അംഗൻവാടി ടീച്ചറുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ 12,500 രൂപയാണ് ഞങ്ങൾക്ക് കൈ കിട്ടുന്നത്. ഇതിൽ നിന്ന് ഒരാൾക്ക് 300 രൂപ വെച്ച് ഡെയിലി കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അംഗൻവാടി ടീച്ചർമാർക്കില്ല. അങ്ങനെ വേണമെങ്കിൽ ഈ ജോലിക്ക് നമ്മൾ വരേണ്ടതില്ല. ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണെന്നുള്ളത് കൊണ്ടാണ് ഇത്ര സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പം നിങ്ങൾ ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം. ഇത് അനാസ്ഥയാണ്. സത്യത്തിൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വനിതാ ശിശു വികസന വകുപ്പിലെ പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഇത് പ്രതികരിക്കാൻ ആളുകളില്ലാത്തതും ഇതിൻ്റെ ഒരു വലിയ ഫോൾട്ടാണ്. പട്ടാമ്പി പുതിയ പാലം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ഉടൻ തന്നെ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പട്ടാമ്പി പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികളാണ് പൂർത്തീകരിച്ചത്. പാലത്തിന്റെ നിർമ്മാണത്തിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നേരത്തെ ലഭിച്ചിരുന്നു. 52,57,60,000 രൂപയുടേതാണ് പദ്ധതി.
അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളത്തിലും 13.5 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുക. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള ടെൻഡർ ലഭിച്ചിരിക്കുന്നത് ARS ജാസ്മിൻ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ്. 24 മാസമാണ് നിർമ്മാണ കാലാവധി. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് വൈകാതെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുമെന്നും സ്ഥലം നഷ്ടമാക്കുന്ന ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്നും മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. 3 കരാറുകാരാണ് അത് കോട്ട് ചെയ്തിരുന്നത്. അതിൽ ജാസ്മിൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അത് ലഭ്യമായിട്ടുണ്ട്. ഈ പുതുവത്സര സമയത്ത് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും നല്ലൊരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കിത് പറയാൻ കഴിയും. പട്ടാമ്പി പാലം അത് സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇതിന്റെ പുറകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ PWD മിനിസ്റ്റർ റിയാസ് ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ അതോടൊപ്പം നിലവിലെ നില IPT റോഡും വാടനാകുറിശി മേൽപ്പാലവും ഒക്കെ യാഥാർത്ഥ്യമായി വരുമ്പോൾ, പട്ടാമ്പി ടൗൺ നവീകരണം കൂടി പൂർത്തീകരിക്കുമ്പോൾ പട്ടാമ്പി സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി അതിന്റെ ഏറ്റവും മികച്ച വ്യാപാര കേന്ദ്രം എന്നുള്ള നിലക്ക് അത് വളരും എന്നുള്ളത് യാതൊരു സംശയവും. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ കോട്ടോപ്പാടം മലനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നാട്ടുകൽ ഭീമനാട് റോഡിന്റെ വശങ്ങളിലൂടെയുള്ള പൈപ്പിടൽ വൈകുന്നു. ഒരേ സമയം ഇരുവശങ്ങളും കീറാൻ പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകാത്തതാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ മാസം പകുതിയോടെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതുവരെയും പണി തുടങ്ങിയിട്ടില്ല. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയ്ക്ക് സമീപം റോഡ് ആരംഭിക്കുന്നതിൻ്റെ ഇടതുവശത്ത് അലനല്ലൂർ പഞ്ചായത്തിലേക്ക് 700 മില്ലിമീറ്റർ വ്യാസമുള്ളതും കോട്ടോപ്പാടം പഞ്ചായത്തിലേക്ക് റോഡിൻ്റെ വലതുവശത്തായി 500 മില്ലിമീറ്റർ വ്യാസമുള്ള പൈപ്പുമാണ് സ്ഥാപിക്കുക. കോട്ടോപ്പാടം പഞ്ചായത്തിലേക്കുള്ള പ്രവൃത്തിക്കാണിപ്പോൾ അനുമതി നൽകിയത്. ഇത് കഴിഞ്ഞ ശേഷമേ മറുവശത്ത് പ്രവൃത്തി നടത്താൻ കഴിയൂവെന്നാണ് നിലവിലെ സ്ഥിതി. ഒരേ സമയം ഇരുവശത്തും പ്രവൃത്തി നടത്താൻ ഉദ്ദേശിച്ച ജല അതോറിറ്റി ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായി. ഇതാണ് പ്രവൃത്തികൾ വൈകാൻ കാരണമെന്ന് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പ്രവൃത്തികൾ മൂലം റോഡിന് കേടുപാടുകൾ സംഭവിച്ചാൽ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ടാറിംഗ് ഉൾപ്പെടെ നടത്താൻ ജല അതോറിറ്റി 1.78 കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പിലേക്ക് അടച്ചത്. പരമാവധി റോഡിൻ്റെ അരികിലെ ടാർ ഭാഗത്തേക്ക് തട്ടാത്ത രീതിയിൽ പൈപ്പുകൾ ഇടുമെന്നാണ് ജല അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം വയലുകൾ വരുന്ന കലുങ്കുകളുള്ള ഭാഗത്ത് റോഡിന് നടുവിലൂടെയാകും പൈപ്പിടേണ്ടി വരിക. പകൽ സമയങ്ങളിൽ വാഹനഗതാഗതത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെ പൈപ്പിടൽ ജോലികൾ രാത്രിയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. 2 മാസം കൊണ്ട് പൈപ്പുകൾ പൂർണ്ണമായും സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടിരുന്നു. ഈ വർഷം ഫെബ്രുവരി പകുതിയോടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുള്ള തരത്തിലായിരുന്നു ജല അതോറിറ്റി ക്രമീകരണങ്ങൾ നടത്തിയിരുന്നത്. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ 3 പഞ്ചായത്തുകളിലെ 22,000 വീടുകളിലേക്ക് പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാൻ 201 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ചേത്തല്ലൂർ മുറിയങ്കണ്ണിപ്പുഴ കേന്ദ്രീകരിച്ചാണ് കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുക. നാട്ടുകൽ തേങ്ങാക്കണ്ടം മലയിൽ 66 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. BJP മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയിൽ വിഭാഗീയതയെന്ന ആരോപണം. മണ്ഡലം കമ്മിറ്റിയിലേക്ക് ഒരു വിഭാഗത്തെ തടയാനുള്ള നീക്കം നടക്കുന്നതായി മറുവിഭാഗം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റിയുടെ നിരീക്ഷകൻ വ്യാഴാഴ്ച മണ്ണാർക്കാട് എത്തുമ്പോൾ ഇരുവിഭാഗവും പരാതികൾ ഉന്നയിക്കുമെന്നാണ് സൂചന. ബൂത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായതിനു പിന്നാലെയാണ് മണ്ണാർക്കാട് അസ്വാരസ്യങ്ങൾ ഉയർന്നു തുടങ്ങിയത്. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ അഭിപ്രായം പറഞ്ഞവരെ മാറ്റി നിർത്താനുള്ള നീക്കമെന്ന ആരോപണമാണ് പുറത്തുവരുന്നത്. തുടർച്ചയായി കേന്ദ്രഭരണം ലഭിച്ചിട്ടും ഈ അവസരം പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ചില നേതാക്കൾ തയ്യാറാകുന്നില്ലെന്ന വിമർശനമാണ് കമ്മിറ്റികളിൽ ഉയരുന്നത്. സംസ്ഥാനത്ത് മിക്ക പഞ്ചായത്തുകളിലും പാർട്ടിക്ക് വോട്ടും പഞ്ചായത്ത് അംഗങ്ങളും കൂടിയപ്പോൾ മണ്ണാർക്കാട് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മണ്ണാർക്കാട് നഗരസഭയിൽ 2015 ആദ്യമായി 3 വാർഡ് ലഭിച്ചെങ്കിൽ 2020 3 കൊണ്ട് തന്നെ തൃപ്തിപ്പെടേണ്ടി വന്നു. 4 വർഷവും ഒന്നും ചെയ്യാനായില്ലെന്ന് ഒരു വിഭാഗം പറയുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ നേതാക്കളും പാർട്ടിയും ഇടപെടാത്തതും ജനങ്ങൾക്കൊപ്പം നിൽക്കാത്തതും യോഗങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. അതേസമയം സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന നേതാക്കളുടെ വാർഡുകളിൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവരെ ഒതുക്കാനുള്ള അണിയറ നീക്കമാണ് നടക്കുന്നതെന്നാണ് ആരോപണം. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പിന് പട്ടാമ്പിയിൽ ഊഷ്മളമായ വരവേൽപ്പ്. ജില്ലാതല സ്വീകരണമാണ് പട്ടാമ്പിയിൽ ഒരുക്കിയത്. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്താണ് ഇത്തവണ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര കാസർഗോഡ് നിന്നുമാണ് ആരംഭിച്ചത്. യാത്രയ്ക്കുള്ള ജില്ലാതല സ്വീകരണമായിരുന്നു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയത്.
സ്വീകരണ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. വളരെയധികം സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും അല്ലേ. നമ്മുടെ സംസ്ഥാന കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് നമ്മുടെ സ്കൂളിന്, നമ്മുടെ പട്ടാമ്പി GSS ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. മഹാഭാഗ്യം തന്നെയാണ്. ഇത് ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കുന്നതിന് വളരെ ഭാഗ്യമാണ്. അത് നമുക്കറിയാം, ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായ യുവജനോത്സവം, അതിന് തിരുവനന്തപുരമാണ് ഇപ്രാവശ്യം വേദിയായിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ പാലക്കാട് ജില്ലയിലെ 2 സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്നിരുന്നാലും ഈ കൗമാര കളിയിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരികൾക്കും കലാകാരന്മാർക്കും ആശംസകൾ നേരുകയാണ്. കലോത്സവങ്ങളെല്ലാം തന്നെ വെറും വാശിയോടെ കൂടിയാണ് നടക്കുന്നതെങ്കിലും വളരെ സൗഹാർദ്ദമായി തീരുവാൻ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കലോത്സവങ്ങൾ നടത്തുന്നതിന് സാധിക്കണം. എല്ലാവരുടെയും പരിശ്രമം വളരെ നല്ല രീതിയിലായിരിക്കണം. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ ആനന്ദവല്ലി അധ്യക്ഷയായി. DDE സുനിജ, ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ, DEO അനീഷ്, ഉഷ മാക്കാട്ട്, ടി രാധ തുടങ്ങിയവർ സംസാരിച്ചു. രോഗികളുടെയും അശരണരുടെയും ആശാകേന്ദ്രമായ പെരിന്തൽമണ്ണ CH സെന്റർ ജനുവരി 3 നാടിന് സമർപ്പിക്കും. വൈകിട്ട് 3 നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പെരിന്തൽമണ്ണ CH സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്നും ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ മുഖമുദ്രയാക്കിയ CH സെന്ററിന്റെ പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണയിൽ 2020 ആരംഭിച്ചിരുന്നു. വാടക കെട്ടിടത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പെരിന്തൽമണ്ണ CH സെന്ററിന് സ്വന്തം കെട്ടിടമായി. ആതുരാലയങ്ങളുടെ നഗരമായ പെരിന്തൽമണ്ണയിൽ വരുന്നവരെയും രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെയും സൗജന്യമായി സഹായിക്കുകയാണ് ലക്ഷ്യം. പെരിന്തൽമണ്ണ CH സെന്റർ ജനുവരി 3 വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ മിക്ക ഹോസ്പിറ്റലോടനുബന്ധിച്ച് CH സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ വരുന്ന രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങളും മറ്റും ചെയ്യുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും CH സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പെരിന്തൽമണ്ണയിൽ ധാരാളം രോഗി വരുന്നുണ്ട്. ജില്ലയുടെ ഉള്ളിൽ നിന്നും ജില്ല നിന്ന് പുറത്തു നിന്നും ധാരാളം നിർദ്ധരായിട്ടുള്ള രോഗികളാണ് ഈ വരുന്നത്. അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ, അവർക്ക് സഹായം കൊടുക്കാനുള്ള ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം എന്ന നിലയാണ് CH സെന്റർ ഞങ്ങളിവിടെ തുടങ്ങാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വളരെ പ്രായമുള്ള ആളുകൾക്കുള്ള ശുശ്രൂഷ കേന്ദ്രം അതിനെ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ മരിക്കുന്ന ആളുകൾക്ക് അവരുടെ അനന്തര കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് മറ്റു കാര്യത്തിന് പ്രത്യേകമായ സൗകര്യമുണ്ട്, ലാബ് സൗകര്യമുണ്ട്. അങ്ങനെ ലഭ്യമാകുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു തുടക്കമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ കിട്ടിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ ജനപ്രതിനിധികളുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ചാപ്റ്ററായിട്ട് ഗൾഫിൽ പലയിടങ്ങളിലും കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിലേറെ സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ 3-ാം തീയതി ഇത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. രക്ഷാധികാരികളായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, നജീബ് കാന്തപുരം, KPM മജീദ്, നാലകത്ത് സൂപ്പി, MLMR തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പാലിയേറ്റീവ് രംഗത്തെ നൂതന സംവിധാനങ്ങളോടെയുള്ള പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് പെരിന്തൽമണ്ണ CH സെന്ററിന്റെ പ്രത്യേകതയാണ്. തന്നെ തൊട്ട് മുകളിലുള്ള പൂക്കോയത്തങ്ങൾ ഹോസ്പൈസ് എന്ന് പറഞ്ഞ് നമ്മളൊരു പാലിയേറ്റീവ് സംവിധാനത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. 12 ബെഡുകളുണ്ട്. നമ്മുടെ ഈ ആശുപത്രികളിലൊക്കെ തന്നെ അത്യാസന്ന രോഗികൾ, അവർക്ക് ചിലപ്പോൾ അവർ വെന്റിലേറ്ററിൽ കയറ്റിയിട്ടുണ്ടാവും, ICUവിൽ കയറ്റിയിട്ടുണ്ടാവും. ബന്ധുജനങ്ങൾക്ക് ഇത് വാങ്ങി അവർ എങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ചെയ്ത് വീടുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവർക്ക് ഫീഡ് ചെയ്യുന്നത് ട്യൂബിൽ കൂടെ ആയിരിക്കും, മലമൂത്ര വിസർജനമൊക്കെ ട്യൂബിലൂടെ ആയിരിക്കും. അപ്പോൾ അത്തരം രോഗികളെ ഈ ആശുപത്രികളിൽ ഏറെ നാൾ താമസിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കോസ്റ്റ്ലി അഫെയറാണ്. അങ്ങനെയുള്ള രോഗികളെ, ടെർമിനൽ സ്റ്റേജിലുള്ള രോഗികളെ പരിരക്ഷിക്കാനും അവരുടെ അന്ത്യ നിമിഷങ്ങൾ കുറച്ചും കൂടിയൊക്കെ സുഖകരമാക്കാനും അവരുടെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ കുറച്ചും കൂടി ഒരു സൗകര്യത്തോടു കൂടി അവരെ പരിചരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ CH സെന്ററിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള 12 രോഗികളെ ഇൻപേഷ്യൻസ് ആയിട്ട് എടുക്കാവുന്ന സൗകര്യം, അതിൻ്റെ പേരാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പൈസ്. മൃതദേഹ പരിപാലനത്തിനുള്ള സൗകര്യങ്ങൾ സെന്ററിൽ ഒരുക്കും. ലബോറട്ടറി, ഫാർമസി, ഫിസിയോതെറാപ്പിസ്റ്റ് സെന്റർ, ട്രോമ കെയർ സെന്റർ, വളണ്ടിയർ ട്രെയിനിംഗ് സെന്റർ, ബ്ലഡ് ഡോണേഴ്സ് ഫോറം, കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയും സെന്ററിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ ആശുപത്രിയുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ബ്ലോക്കിന് പിറകുവശത്തായി 10 സെന്റ് സ്ഥലത്താണ് CH സെന്റർ കെട്ടിടം നിർമ്മിച്ചത്.
കാപ്പുവെട്ടത്തൂർ സ്വദേശി EV മുഹമ്മദ് അലി ഹാജിയുടെ മക്കളായ അബൂബക്കർ, ഫൈസൽ എന്നിവർ സൗജന്യമായി നൽകിയ സ്ഥലമാണിത്. 4 നിലകളിലാണ് കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത്. ഉദ്ഘാടന പരിപാടികളുടെ ഭാഗമായി ഖത്തർ KMCCയുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പെരിന്തൽമണ്ണ CH സെന്റർ പ്രസിഡന്റ് KPA മജീദ് MLA, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ, ഭാരവാഹികളായ MS അലവി തച്ചനാട്ടുകര, K അബൂബക്കർ ഹാജി, സലീം കുരുവമ്പലം, റഷീദ് ആലായൻ, റിയാസ് കൊപ്പം, മാനുപ്പ കുറ്റീരി, അഡ്വക്കേറ്റ് അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. സ്വകാര്യവൽക്കരണ നീക്കത്തിനെതിരെ വൈദ്യുതി ജീവനക്കാരും തൊഴിലാളികളും പണിമുടക്കി പ്രതിഷേധിച്ചു. KSEB പെരിന്തൽമണ്ണ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരും തൊഴിലാളികളുമാണ് പണിമുടക്കി പ്രതിഷേധിച്ചത്. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീവ്ര നീക്കത്തിനെതിരെ വൈദ്യുതി ജീവനക്കാരും ഓഫീസർമാരും 1 മണിക്കൂർ ജോലിയിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധിച്ചു. ഉത്തർപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഡിലും ടോക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കാനും വൈദ്യുതി വിതരണ രംഗം പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാനുമാണ് തീരുമാനം. ഇതിനെതിരെ ദേശീയ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടന്ന സമരത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ KSEB സെക്ഷൻ ഓഫീസിലും 1 മണിക്കൂർ പണിമുടക്കി പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി AP പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ വൈസ് പ്രസിഡന്റ് CV ഡെന്നി അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി C അബ്ദുസലീം, ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി S രാഹുൽ എന്നിവർ വിശദീകരണ പ്രസംഗം നടത്തി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് രാജീവ് കുമാർ, സക്കീർ, മോഹൻദാസ് K ഷെബീർ അലി, M നിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വല്ലപ്പുഴ കന്നിവ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 5 ആരംഭിക്കും. രാത്രി 7 മുഹമ്മദ് മൂസിൻ MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ 10 വർഷമായി വല്ലപ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കനിവ് ധനശേഖരണാർത്ഥം കൂടിയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനുവരി 5 രാത്രി 7 മണിക്ക് ഇശൽ നൈറ്റും തുടർന്ന് ടൂർണമെന്റിന്റെ ഉദ്ഘാടനവും നടക്കും. 20 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ടൂർണമെന്റിന്റെ ഭാഗമായി ജനുവരി 4 വല്ലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ, പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ വൈകിട്ട് ഘോഷയാത്ര നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കനിവ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന 1ാമത് അഖിലേന്ത്യാ ഫുട്ബോൾ മേള 2025 ജനുവരി 5 മുതൽ വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലിക്കൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ്. അൽഫ ഡിഗ്രേഡബിൾ പേപ്പർ പ്ലേറ്റ് സമ്മാനിക്കുന്ന വിന്നേഴ്സ് ട്രോഫിക്കും നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പട്ടാമ്പി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഈ മത്സരത്തിലെ മുഖ്യ പ്രായോജകർ ഇവോക്ക ഫാഷൻ സ്റ്റോർ ചെർപ്പളശ്ശേരിയാണ്. ഈ ഫുട്ബോൾ മേളയിലേക്ക് മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ ജനുവരി 5 വൈകുന്നേരം 8 മണിക്ക് ആലിക്കൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതോടനുബന്ധിച്ച് നടക്കുന്ന ജനുവരി 4 നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളും അതോടൊപ്പം തന്നെ വല്ലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ലബ്ബുകളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഘോഷയാത്ര 4 മുതൽ 6 മണി വരെ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ അഥവാ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് നടക്കും. കനിവ് ഭാരവാഹികളായ M വീരാൻ മാസ്റ്റർ, മുഹമ്മദ് നൌഫൽ B, യൂസഫ് കുറുവട്ടൂർ, സഫറുള്ള പുത്തൻപുരയിൽ, നിസാർ വല്ലപ്പുഴ, ഹബീബ് V എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അനുസ്മരണം ജനുവരി 3 കരിമ്പുഴ എലുമ്പലശ്ശേരിയിൽ വെച്ച് നടക്കും. രാവിലെ 9 നിരഞ്ജൻ സ്മൃതി മണ്ഡപത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. 3 തീയതി ഞങ്ങൾ എക്സർവേഷൻ ലീഗും ഞങ്ങളുടെ യോഗം കൂടി അവരോട് അഭ്യർത്ഥിച്ചു. കര, നാവിക, വ്യോമസേനയുടെ ഒരു പ്രദർശനം, അതേപോലെ തന്നെ അവരിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്, അതിൻ്റെ പ്രൊഫഷൻ കുട്ടികളെ കാണിക്കാൻ, അതുപോലെ തന്നെ പുരാവസ്തുക്കളുടെ പ്രദർശനം, തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുടെ പ്രദർശനം കൂടി ഇതിന്റെ കൂടെ വെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് സൈനിക സ്കൂളിലേക്ക്
കുട്ടികളെ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി നിരഞ്ജന അനുസരണമാണല്ലോ. അതിൻ്റെ ഒരു കോച്ചിങ് ക്ലാസ് ആരംഭിക്കുക. അപ്പോൾ സൈനിക സ്കൂൾ പ്രവേശനത്തിന് വേണ്ടി താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു കോച്ചിങ് ക്ലാസ് കൂടി എക്സർവേഷൻ ലീഗിന്റെ സഹായത്തോടു കൂടി ആ സ്കൂളിൽ ആരംഭിക്കുക. അതിന്റെ ഉദ്ഘാടനം MP നടത്തുക. മറ്റേത് സാധാരണ ലഫ്റ്റനന്റ് ഗവർണർ നിരഞ്ജന്റെ ഈ അനുസ്മരണ ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ കാരാവശ്ശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ SPC മാത്രമാണ് പങ്കെടുക്കാറ്. എന്നാൽ ഇത്തവണ കരിമ്പുഴ ഹൈസ്കൂളിലെ ഡോക്ടറേലത്തെ NCC ടീമും കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ റെഡ് ക്രോസ് ടീമും കൂടി നമ്മുടെ കൂടെ വരിക. ഇപ്പോൾ രാവിലെ 8 മണിക്ക് തന്നെ കുട്ടികളോട് വരാൻ പറഞ്ഞാൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അറേഞ്ച് ആ കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് നിരഞ്ജൻ ITയിലെ കുട്ടികളും നാട്ടുകാരും എക്സർവേഷൻ ലീഗിന്റെ ആളുകളും അതുപോലെ തന്നെ പാലക്കാട് സൈനിക സംഘത്തിന്റെ ആളുകളും എല്ലാവരും കൂടി രാവിലെ 8:30 ഒരു മാർച്ച് പാസ്റ്റായി നിരഞ്ജന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി അവിടെ പുഷ്പാർച്ചന നടത്തുന്നു. MPയും MLAയും പുഷ്പചക്രം സമർപ്പിക്കും. ബാക്കി എല്ലാവരും പുഷ്പാർച്ചന നടത്തി അവിടെ ഒരു അനുസ്മരണ യോഗം ചെറുതായി നടത്തി നമ്മളെല്ലാവരും കൂടി UP സ്കൂൾ വന്ന് UP സ്കൂൾ ഈ ചിത്ര പ്രദർശനവും ചരിത്ര പ്രദർശനവും കൂടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു 10:30 പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് കരുതുന്നത്. K. പ്രേംകുമാർ MLA അധ്യക്ഷനാകും. പുഷ്പാർച്ചന, നിരഞ്ജൻ സ്മൃതി മണ്ഡപത്തിലേക്ക് മാർച്ച് പാസ്റ്റ് എന്നിവയും നടക്കും. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള NCC യൂണിറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകൾ, സ്റ്റുഡൻസ് പോലീസ് യൂണിറ്റുകൾ, റെഡ് ക്രോസ് യൂണിറ്റുകൾ, പാലക്കാട് സൈനിക കൂട്ടായ്മ തുടങ്ങിയവർ മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുമെന്ന് മഹാത്മാ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ P. ഹരിഗോവിന്ദൻ, എക്സ് സർവീസ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി VS കൃഷ്ണകുമാർ, ഖജാൻജി U. കുഞ്ഞായ്മു, എക്സ് സർവീസ് ലീഗ് ബ്ലോക്ക് സെക്രട്ടറി K. ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എലമ്പുലാശ്ശേരി മഹാത്മാ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, എക്സ് സർവീസ് ലീഗ് കടമ്പഴിപ്പുറം ബ്ലോക്ക് കമ്മിറ്റി എന്നിവ ചേർന്നാണ് അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. 75ാം വാർഷികം ആഘോഷിക്കുന്ന എലമ്പുലാശ്ശേരി KAUP സ്കൂളിലും 3-ന് നിരഞ്ജൻ അനുസ്മരണം നടക്കും. സൈനിക വിഭാഗം, ചരിത്ര വിഭാഗം, തപാൽ വകുപ്പ് എന്നിവയുടെ പ്രദർശനവും ഉണ്ടാകും. സൈനിക സ്കൂൾ പ്രവേശനത്തിനായി സ്കൂളിൽ പരിശീലനം തുടങ്ങുന്നതിന്റെ ഉദ്ഘാടനവും നടക്കും. രാവിലെ 9:30-ന് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷനാകും. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ തേനൊലി സഹവാസ ക്യാമ്പും സ്കൂളിൽ 2 മുതൽ നടക്കും. ഒറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനി LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങും രക്ഷാകർതൃ ദിനവും ജനുവരി 5-ന് നടക്കും. K. പ്രേംകുമാർ MLA സമാപനം ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരവും സംവിധായകനുമായ ശങ്കർ വിശിഷ്ട അതിഥിയാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 നൂറ്റാണ്ടിലേറെ കാലമായി കുരുന്നുകൾക്ക് അറിവിന്റെ അക്ഷരമുറ്റമായി അനങ്ങന്മലയുടെ താഴ്വാരത്തിൽ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന വാണിവിലാസിനി LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങും രക്ഷാകർതൃദിനവുമാണ് ജനുവരി 5-ന് വൈകിട്ട് 5 മണിക്ക് വിപുലമായി ആഘോഷിക്കുന്നത്. വാണീരവം @100 എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമാപന ചടങ്ങ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരവും സംവിധായകനുമായ ശങ്കർ വിശിഷ്ടാതിഥിയാകും. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ദേവരാജൻ മാസ്റ്ററെയും ചടങ്ങിൽ ആദരിക്കും. കൂടാതെ പ്രദേശത്തെ മുതിർന്ന പൗരന്മാരെയും ആദരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 100 പരിപാടികൾ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടത്തണം എന്ന തീരുമാനം അവിടെ നടപ്പാക്കി കഴിഞ്ഞു. ഇനി 2 പരിപാടികൾ കൂടി മാത്രമാണ് ഈ ഒന്ന് സമാപന സമ്മേളനമാണ്. അതിനു മുമ്പ് ആ പ്രദേശത്തെ 65 വയസ്സ് പൂർത്തിയായിട്ടുള്ള മുഴുവൻ പൗരന്മാരെയും സ്കൂളിൽ വിളിച്ച് അവർക്ക് ഒരു ഓണപ്പടവ നൽകി ആദരിക്കലും അവർക്കൊരു ആരോഗ്യ ക്ലാസ് കൊടുക്കലും ആയിട്ട് 2-ാം തീയതി ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. 5-ാം തീയതി രാത്രി സമാപന സമ്മേളനവും കലാപരിപാടികൾ, കുട്ടികളുടെ കലാപരിപാടികൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികളൊക്കെ ആയിട്ട് ഗംഭീരമായി നടത്താനാണ് തീരുമാനിച്ചത്. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ K. രാമദാസൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക P. സന്ധ്യ, MPTA പ്രസിഡന്റ് രജിത, സ്റ്റാഫ് സെക്രട്ടറി KT കമറുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു. വാണിയംകുളം മനുശ്ശേരി സ്വദേശി പ്രമോദ് V. മേനോൻ രചിച്ച ഇംഗ്ലീഷ് കവിതാ സമാഹാരം ട്രൂ ടു മൈ ഹേർട്ട് സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി 4-ന് നടക്കും. പ്രശസ്ത സാഹിത്യകാരനും അഭിഭാഷകനുമായ PT നരേന്ദ്രമേനോൻ പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാണിയംകുളം മനുശ്ശേരി സ്വദേശി പ്രമോദ് V. മേനോൻ എഴുതിയ ട്രൂ ടു മൈ ഹേർട്ട് സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരമാണ് ജനുവരി 4-ന് വൈകിട്ട് 7:30-ന് റോട്ടറി ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നത്. 23 കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 30 വർഷം കൊണ്ടാണ് കവിതകൾ രചിച്ചിരിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരനും അഭിഭാഷകനുമായ PT നരേന്ദ്രമേനോൻ പുസ്തകം പ്രകാശനം ചെയ്യും. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ അമ്മാത്ത് ആദ്യ പ്രതി ഏറ്റുവാങ്ങും. മേനോൻ സാർ നമ്മുടെ റോട്ടറി മെമ്പറാണ്.
പുള്ളി അമേരിക്കൻ കമ്പനിയായ HP ഉദ്യോഗസ്ഥനും കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ 30 കൊല്ലത്തിൽ രചിച്ച 23 കവിതാ സമാഹാരം അതിൻ്റെ റിലീസാണ്. ട്രൂ ടു മൈ ഹാർട്ട്, സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന പേരിലുള്ള പുസ്തകം നമ്മുടെ ബഹുമാനായ പ്രശസ്ത കവിയും സാഹിത്യകാരനും പിന്നെ അഭിഭാഷകനുമായ ശ്രീ BT നരേന്ദ്രമേനോൻ സാറാണ് പ്രകാശനം ചെയ്യുന്നത്. 4-ാം തീയതി നമ്മുടെ റോട്ടറി ഹാൾ വെച്ച്, കണ്ണിയമ്പലത്തുള്ള റോട്ടറി ഹാൾ വെച്ചിട്ട് ഞാൻ പ്രസിഡന്റായിട്ട് ആദ്യത്തെ കോപ്പിയായിട്ട് വാങ്ങുന്നതാണ്. തന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയിൽ പറയാൻ ശ്രമിച്ച വാക്കുകളാണ് കവിതകളാക്കിയതെന്ന് പ്രമോദ് വി മേനോൻ പറഞ്ഞു. രമൺ ലാംബ പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് ഓപ്പണറാണ്. അപ്പോൾ ഫെബ്രുവരി 98 അദ്ദേഹത്തിൻ്റെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഡെത്ത് ഉണ്ടായത് ക്രിക്കറ്റ് ഫീൽഡിൽ. അതിനെക്കുറിച്ച് ഒരു കവിത എനിക്ക് കോളേജ് മാഗസിനിൽ വന്നതാണ്. അപ്പോൾ അന്ന് കാലത്ത് തൊട്ടുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നുമ്പോൾ എൻ്റേതായ വഴിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കോവിഡിനെ കുറിച്ചുണ്ട്, മെസ്സി വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ ഉള്ള ഒരു കവിതയുണ്ട്, മറഡോണയെക്കുറിച്ചുണ്ട്, സഞ്ജു സാംസൺ റീസെൻ്റായിട്ട് സഞ്ജു സാംസൺ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, അദ്ദേഹം 3 സെഞ്ചുറീസ് അടിച്ചപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിവിധ കാര്യങ്ങൾ അമേരിക്കൻ ഇലക്ഷൻസ് കഴിഞ്ഞപ്പോൾ ഒരു ഇത് എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പിന്നെ നമ്മൾക്കായി ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഓരോ മനുഷ്യനും തോന്നുന്ന വികാരങ്ങൾ അത് അതിൻ്റേതായ രീതിയിൽ അപ്പം തന്നെ വരുന്ന വാക്കുകൾ പ്രതിഫലിപ്പിക്കാനും ശ്രമിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി സതീഷ് നായർ, വൈസ് പ്രസിഡന്റ് CP ബൈജു, ട്രഷറർ MGK മേനോൻ തുടങ്ങിയവരും പങ്കെടുത്തു. അങ്കണവാടിയിലേക്കുള്ള വഴിയൊന്ന് നന്നാക്കാൻ മാറി മാറി വരുന്ന ജനപ്രതിനിധികളുടെ ജീവനക്കാരും നാട്ടുകാരും പറഞ്ഞു മടുത്തു. അവസാനം SDPI നേതൃത്വത്തെ വിഷയം ധരിപ്പിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഇന്റർലോക്ക് വിരിച്ച് ഹൈടെക് ആക്കി. അലനല്ലൂർ 10-ാം വാർഡ് പള്ളിപ്പടിയിലെ അങ്കണവാടിയിലേക്കുള്ള വഴിയാണ് ഹൈടെക് ആയത്. 120 അടി നീളത്തിലും 4 അടി വീതിയിലുമുള്ള വഴി കുണ്ടും കുഴിയുമായി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. അങ്കണവാടി ജീവനക്കാരും പ്രദേശവാസികളും മാറി മാറി വരുന്ന ജനപ്രതിനിധികളോടെ വിഷയം ധരിപ്പിച്ചിരുന്നെങ്കിലും പരിഹാരമുണ്ടായില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇവർ SDPI അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയെ വിവരം ധരിപ്പിച്ചത്. 10ഓളം കുഞ്ഞുങ്ങളെത്തുന്ന വഴിയുടെ സ്ഥിതി കണ്ട നേതാക്കൾ വിഷയം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്റർലോക്ക് പതിച്ച് വഴി നവീകരിച്ചു. SDPI അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞഹമ്മദ് വാര്യത്തൊടി വഴി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലുള്ള പിഞ്ചു മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവര് നമ്മളെ നോക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കൃത്യമായ ലക്ഷ്യം. അവര് അവരുടേതായ രീതിയിലുള്ള ഒരു പോക്കറ്റിലേക്ക് എന്തെങ്കിലും ആശയങ്ങൾ വരിക, ആമാശയ വിഷയമായിട്ട് രാഷ്ട്രീയത്തെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഈ SDPIയുടെ 10-ാം വാർഡ് കമ്മിറ്റി നേരത്തെ ഒരു സൂചന ലഭിച്ചിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് ഔദ്യോഗികമായിട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ അതിന് ഫണ്ട് വകയിരുത്തിയിട്ടില്ലെന്നാണ്. ഇപ്പോഴും മിഞ്ഞാന്ന് വരെ അത്തരത്തിലുള്ള ഒരു കരക്കമ്പി എന്ന് പറയാം, കരക്കമ്പി നമ്മൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വകമാറ്റിയിട്ടുണ്ട്. ഇത് കാലങ്ങളായി 90കളിൽ സ്ഥാപിച്ച അംഗനവാടിക്ക് ഇതുവരെയും വഴിയാക്കാതെ നമ്മളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് SDPI പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി NK ഉസ്മാൻ അധ്യക്ഷനായി. നാസർ കളത്തിൽ, റോയൽ ക്ലബ് അംഗം TP ഉസ്മാൻ, K അബ്ദു, കാട്ടുകണ്ടൻ ഹംസ, കരീം കലാകേന്ദ്ര, മുൻ അധ്യാപിക അമ്മിണി, അധ്യാപിക മാലതി, ഹെൽപ്പർ ഇമാച്ചു, N മെഹറൂഫ്, അഷ്റഫ് കളത്തിൽ, T സിബഹത്തുള്ള, T ഷൗക്കത്ത് അലി, T കുട്ടിപ്പ, N ഷബീർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. 30 വർഷമായി ദുരിതയാത്രയായിരുന്നെന്നും ആരും തങ്ങളുടെ ആവശ്യം കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ലെന്നും വൈകാരികമായാണ് ഹെൽപ്പർ ഇമാച്ചു വേദിയിൽ പറഞ്ഞത്. ഇവിടെ വരുന്ന എത്രയോ മെമ്പർമാര് കയറി, അവരോടൊക്കെ പറയലുണ്ട്, ആ ശരി നാളെ തന്നെ നേരാവും, അല്ലെ മറ്റന്നാൾ തന്നെ നേരാക്കാം, നിങ്ങൾ ബേജാറാണ്. വരുന്ന ആൾക്കാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞിക്കണു, കരഞ്ഞു പറഞ്ഞിക്കണു. ഞാൻ വീണ് ഉരുണ്ടൂന്നടക്കം ഞാൻ കരഞ്ഞു പറഞ്ഞിക്കണു. ഇപ്പൊ വൈ നേരായി, അൽഹംദുലില്ലാ. എത്രയോ ഹൈറ് ഞാര് നേരാക്കിയല്ലോ. ഞങ്ങളെ കുഞ്ഞു മക്കൾക്ക് അതില് വരാൻ പറ്റിയല്ലോ. ഞാൻ നല്ല സ്പീഡിലേക്ക് കോഴിമുട്ട വാങ്ങാൻ പോയപ്പോ സ്പീഡിൽ പോയി, അതേ സ്പീഡിൽ വന്നപ്പോ അവിടെ അമ്മമാര് വെച്ചു, ഇത്ര സ്പീഡിൽ നിങ്ങൾ പോയി എന്നോ. മക്കളെ എനിക്ക് മണ്ടാൻ വയ്ക്കണുണ്ട് ബൈക്ക് കൂടിയായിരുന്നു, അതുകൊണ്ട് അത്ര സ്പീഡിൽ ഞാൻ പോയി വന്നത് കാരണം. 35,000 രൂപയാണ് നവീകരണത്തിന് ചെലവ് വന്നത്. 6ഓളം വീടുകൾക്കും വഴി ഉപകാരമാണ്.
ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പുതുവർഷത്തിൽ നിരത്തുകൾ അപകടരഹിതമാക്കാൻ ബോധവൽക്കരണവുമായി പട്ടാമ്പി പോലീസ്. ലഘുലേഖ ഉൾപ്പെടെയുള്ള വിതരണം ചെയ്തായിരുന്നു ബോധവൽക്കരണ പരിപാടികൾ നടത്തിയത്. കേരള പോലീസ് ട്രാഫിക് എൻഫോഴ്സ്മെന്റും പട്ടാമ്പി പോലീസും ചേർന്നാണ് പുതുവർഷത്തിൽ ബോധവൽക്കരണവുമായി രംഗത്തിറങ്ങിയത്. പുതുവത്സരത്തിൽ നിരത്തുകൾ അപകടരഹിതമാകട്ടെ സന്ദേശം ഉയർത്തിയായിരുന്നു വാഹനയാത്രക്കാരിൽ ബോധവൽക്കരണം നടത്തിയത്. ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഉൾപ്പെടെ അടങ്ങിയ ലഘുലേഖ വിതരണവും ഉണ്ടായിരുന്നു. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് SI മാരായ PK സന്തോഷ്, V രാജേഷ്, CPOമാരായ ജതീഷ്, ഷാജുമോൻ, ASI സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് ഒട്ടേറെ വ്യത്യസ്തമായ ആശയങ്ങൾ നടപ്പിലാക്കി ശ്രദ്ധ നേടിയ അടയ്ക്കാപുത്തൂർ സംസ്കൃതി 2025 2025 ആര്യവേപ്പ് തൈകൾ നട്ടുപരിപാലിക്കുന്ന വേപ്പ് വർഷം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പുതുവത്സര ദിനത്തിൽ സംസ്കൃതി പ്രവർത്തകൻ കൃഷ്ണപ്രസാദിന്റെ വസതിയിൽ ആദ്യ ആര്യവേപ്പ് നട്ട് MLA K പ്രേംകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അടയ്ക്കാപുത്തൂർ സംസ്കൃതി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ്. ആ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് 2025 പുതുവർഷ ദിനത്തിൽ തന്നെ വേപ്പ് വർഷമായി ആചരിക്കാനും 2025 വേപ്പിൻ തൈകൾ ഈ വർഷത്തിൽ നമ്മുടെ നാട്ടിൽ നട്ട് പരിപാലിപ്പിക്കുന്നതിനുമാണ് നേതൃത്വം നൽകുന്നത്. അതിന് ഇന്നിവിടെ അടയ്ക്കാപുത്തൂർ ഞാളാകുറിശ്ശിയിൽ പ്രസാദിൻ്റെ വീട്ടിൽ, കൃഷ്ണപ്രസാദിൻ്റെ വീട്ടിൽ ഇന്ന് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സംസ്കൃതിയുടെ എല്ലാ പ്രവർത്തകർക്കും, രാജേഷ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഊഷ്മളമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. പ്രകൃതിയെ, പരിസ്ഥിതിയെ സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും അതിന് നേതൃത്വം നൽകുന്ന കൂട്ടായ്മയ്ക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ 2025 തീർച്ചയായിട്ടും. 2013 മുതലാണ് ഓരോ വർഷവും ഓരോ മരം എന്ന രീതിയിൽ സംസ്കൃതി പദ്ധതി തുടങ്ങിയത്. 2013, 14, 15 വർഷങ്ങളിൽ ആൽമരത്തണൽ, തുടർ വർഷങ്ങളിൽ മാമരത്തണൽ, പ്ലാമരത്തണൽ, വഴിയോരത്തണൽ, ഞാവൽ വർഷം, അശോകവർഷം, ഇലഞ്ഞിപ്പൂമണം, അമൃതവർഷം, പൊൻകണി 2024 തുടങ്ങിയ പദ്ധതികളാണ് ഇതിനോടകം പൂർത്തിയായത്. ഓരോ വർഷങ്ങളെയും കണക്കാക്കിയാണ് പദ്ധതിയുടെ പേരെങ്കിലും 2024 6000-ഓളം കണിക്കൊന്ന തൈകളാണ് നട്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാലയങ്ങൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. 2025 ആര്യവേപ്പ് തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ് ലക്ഷ്യം. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീഷ് കുമാർ, സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപുത്തൂർ, MP പ്രകാശ് ബാബു, UC വാസുദേവൻ, KT ജയദേവൻ, M രാജൻ, M പരമേശ്വരൻ, പ്രസാദ് കരിമ്പുഴ, ഗോവിന്ദൻ വീട്ടിക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജീവിത പ്രതിസന്ധികളിൽ ആത്മഹത്യ ഒരിക്കലും പരിഹാരം അല്ലെന്നും ക്ഷമയും അവധാനതയും കൈമുതലാക്കി വിവേകത്തോടെ പരിഹാരം തേടുകയാണ് വേണ്ടതെന്നും വിസ്ഡം സ്റ്റുഡൻസ് അങ്ങാടിപ്പുറത്ത് സംഘടിപ്പിച്ച ജില്ലാ മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം അഭിപ്രായപ്പെട്ടു. അടുത്ത മെയ് മാസത്തിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന സംസ്ഥാന സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണത സമൂഹം ഗൗരവത്തിലെടുക്കണമെന്ന് അങ്ങാടിപ്പുറത്ത് നടന്ന ജില്ലാ മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിലെ അപാകതകളും തെറ്റുകളും വിവേകത്തോടെ തിരുത്തണമെന്നും സമ്മേളനം വിലയിരുത്തി. വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KT ഷമീൽ മഞ്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K വസീം അൽ ഹിഗമി അധ്യക്ഷത വഹിച്ചു. ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥികാലം എന്ന പ്രമേയത്തിൽ 2025 മെയ് 11 പെരിന്തൽമണ്ണയിൽ നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായാണ് അങ്ങാടിപ്പുറത്ത് മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചത്. വിസ്ഡം ജില്ലാ ജോയിന്റ് സെക്രട്ടറി K അബ്ദുൽ അസീസ്, വിസ്ഡം യൂത്ത് ജില്ലാ പ്രസിഡന്റ് നിസാർ സ്വാലഹി എന്നിവർ സംസാരിച്ചു. വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന സെക്രട്ടറി മുജാഹിദ് അൽ ഹിഗമി പറവണ്ണ, വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ സെക്രട്ടറി NM ദാനിഷ് എളങ്കൂർ, മൂസ സ്വാലിഹിക്കാര എന്നിവർ പഠന സെഷനുകൾക്ക് നേതൃത്വം നൽകി. സാബിക് മൂത്തേടം, ആഷിഫ് നിഹാൽ എന്നിവർ ലൈവ് ഇന്റലക്ച്വൽ ക്വിസ് നടത്തി. വ്യത്യസ്തങ്ങളായ വിവിധ സെഷനുകളിൽ M നൌഷാദ് ചെറുകോട്, P ജസീം പെരിന്തൽമണ്ണ, K റഷാദ് മമ്പാട്, ഫൈസൽ അൽ ഹിഗമി, ആഷിഖ് കുരുവമ്പലം, മുജാഹിദ് പെരിന്തൽമണ്ണ, അൽതാഫ് വളപ്പുരം എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ അടുത്ത മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം ജനുവരി 5 നിലമ്പൂരിൽ നടക്കും.
വാണിജ്യ വാർത്തകൾ. വൈഗ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം വൈഗ മാനുഫാക്ചേഴ്സ് അടയ്ക്കാപുത്തൂർ ഞാളാകുറിശ്ശിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതുവർഷത്തിൽ കെ പ്രേംകുമാർ MLA പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു. പുതുവർഷത്തിൽ പുതിയൊരു സംരംഭത്തിനു കൂടി തുടക്കം കുറിച്ച് വൈഗ ഗ്രൂപ്പ്. ആതിഥേയ മര്യാദയ്ക്ക് മനോഹാരിത കൂട്ടാൻ ഗുണമേന്മയുള്ള ജൈവ വിഘടനതയാർന്ന ടിഷ്യൂ പേപ്പറുകൾ, പേപ്പർ ഗ്ലാസുകൾ, പേപ്പർ പ്ലേറ്റുകൾ തുടങ്ങിയവയുടെ നിർമ്മാണവുമായി വൈഗ മാനുഫാക്ചേഴ്സ് അടയ്ക്കാപുത്തൂർ ഞാളാകുറിശ്ശിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വീടിനോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടത്തിൽ തുടങ്ങിയ സംരംഭം പുതുവർഷത്തിൽ കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വൈഗ മാനുഫാക്ചേഴ്സ് എന്ന പേരിൽ നടത്തുന്ന ഈ സ്ഥാപനം ഒരു ചെറിയ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇന്ന് ധാരാളം ആവശ്യമുള്ള ടിഷ്യൂ പേപ്പർ നിലവാരത്തോടു കൂടി നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് വീടിനോട് ചേർന്ന് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രസാദിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും കുടുംബാംഗങ്ങളുണ്ട്, വൈഗയുണ്ട്. എല്ലാവരും ഒത്തുചേരുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നല്ല നിലയിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള വളരെ മികച്ച സേവനം നൽകുന്ന നാടിന് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ സ്ഥാപനത്തിന് മാറാൻ കഴിയട്ടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ ധാരാളം തുടങ്ങുകയും അതുവഴി തൊഴിലും ചെറിയ വരുമാനവും എല്ലാം ഉണ്ടാക്കത്തക്ക രൂപത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ആണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പുതുവത്സര ദിനത്തിൽ ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാ അവസരങ്ങളിലും ചടങ്ങുകളിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ മാറിയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും കാലത്തിന് അനുയോജ്യമായ രൂപത്തിലുള്ള ഒരു സംരംഭമാണ് പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വൈഗ മാനുഫാക്ചേഴ്സ്. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി തുടങ്ങിയവരും മറ്റ് വിശിഷ്ടാതിഥികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കുമാരി വൈഗ പുതിയ സംരംഭത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. പരിസ്ഥിതിക്ക് ഒട്ടും ദോഷകരമല്ലാത്തതും എന്നാൽ നിങ്ങളുടെ ആതിഥ്യ മര്യാദകൾക്ക് നിറം പകരുന്നതുമായ ഗുണമേന്മയുള്ള ടിഷ്യൂ പേപ്പറുകൾ, പേപ്പർ ഗ്ലാസുകൾ, പേപ്പർ പ്ലേറ്റുകൾ തുടങ്ങിയവയാണ് വൈഗ മാനുഫാക്ചേഴ്സിൽ നിർമ്മിക്കുക. അടയ്ക്കാപത്തൂരിലുള്ള വൈഗ കമ്മ്യൂണിക്കേഷൻസ്, വൈഗ റെന്റ് ഹൗസ് തിരുവാഴിയോട്, വൈഗ മാനുഫാക്ചേഴ്സ് സേലം എന്നിവയും വൈഗ ഗ്രൂപ്പിന്റെ മറ്റ് സ്ഥാപനങ്ങളാണ്. ഇതുവരെ നൽകിയ സ്നേഹവും സഹകരണവും പുതിയ സംരംഭത്തിനും ഉണ്ടാകണമെന്ന് ഉടമകൾ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുവർഷ ആശംസയിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി PK ശശി. ആക്രമണകാരികളും ചതിയന്മാരും ഓർക്കുക, വരും കാലം നിങ്ങളുടേതല്ലെന്ന് PK ശശി. ശശിയുടെ കുറിപ്പ് ഫേസ്ബുക്ക്. ഒറ്റപ്പാലം ചോറൂട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ തകർത്ത് 10,000 രൂപയോളം കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ. മണ്ണാർക്കാട് വനിതാ ശിശു വികസന വകുപ്പ് അഡീഷണൽ പ്രോജക്ടിന് കീഴിലെ അംഗൻവാടികളിൽ ഹെൽപ്പർമാരെ നിയമിക്കാത്തതിൽ അധ്യാപികമാരുടെ പ്രതിഷേധം. 16 അംഗൻവാടികളിലേക്കാണ് ഹെൽപ്പർമാർ ഇല്ലാത്തത്. നിയമനം വൈകിയാൽ അംഗൻവാടികൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നും അധ്യാപികമാർ. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതി. കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് പൈപ്പിടൽ വൈകുന്നു. ഒരേ സമയം റോഡിന്റെ 2 വശങ്ങളും കീറാനാവില്ലെന്ന നിലപാടിൽ പൊതുമരാമത്ത് വകുപ്പ്. പട്ടാമ്പി പുതിയ പാലം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. വൈകാതെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുമെന്നും സ്ഥലം വിട്ടു നൽകുന്ന ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്നും മുഹമ്മദ് മോസിൻ MLA.
ന്യൂ ഇയർ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന. പെരിന്തൽമണ്ണയിൽ MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. പുത്തനങ്ങാടി ചെറുകുളമ്പ് സ്വദേശികളാണ് പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.